പൂങ്കടിയായിട്ടുള്ളൊരു ഒരു ഒരു പ്രണയം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പിന്നെ അയ്യപ്പൻ പിന്നെ ബ്രഹ്മചാരിയായതുകൊണ്ട് അത് അങ്ങനെ അടുത്തുമില്ല. പിൽക്കാലങ്ങളിൽ ഈ അയ്യപ്പൻ ചിറയിലെ കളരി പരിശീലനം കഴിഞ്ഞ മണികണ്ഠൻ തൻ്റെ ജീവിതത്തിലെ ചരിത്രത്തിലെ മണികണ്ഠൻ്റെ പ്രധാന ലക്ഷ്യമായ ഉദയനൻ്റെ വധത്തിനായി അല്ലെങ്കിൽ ഉദയനൻ്റെ കറുത്ത കോട്ടകൾ തകർക്കാനായി അയ്യപ്പൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ചിരപ്പഞ്ചിറയ്ക്ക് ശേഷം അദ്ദേഹം എരുമേലിയിലേക്ക് ആലങ്ങാട്ടും അമ്പലപ്പുഴ സംഘങ്ങളുടെ സഹായത്തോടുകൂടി ഇന്ന് കാണുന്ന നമ്മൾ പേട്ടതുള്ളൽ എന്ന ആചാരത്തിലൂടെ ചരിത്രത്തിൻ്റെ വളരെ വിശാലമായൊരു പടയൊരുക്കത്തിൻ്റെ അണികളാണ് നമുക്ക് കേൾക്കാൻ കഴിയുക. ആ പടയൊരുക്കത്തിനായി അയ്യപ്പൻ എരുമേലിയിലേക്ക്, അവിടെ അമ്പലപ്പുഴ, ആലങ്ങാട്, കൊച്ചുകടുത്ത, വലിയ കടുത്ത, വാവരസ്വാമി അടങ്ങുന്ന വലിയൊരു പടയുടെ സന്നാഹത്തോടുകൂടി, സൈന്യ സന്നാഹത്തോടുകൂടി അദ്ദേഹം ഒരുങ്ങുകയാണ് ഉദയനെ തോൽപ്പിക്കാനായി. നമ്മളും എത്തുന്നത് എരുമേലിയിലേക്കാണ്. ആ ചരിത്രം ശബരിമലയിലേക്ക് പോകുന്ന വഴികളിലാണ്. ശബരിമലയിലേക്ക് പോകുന്ന ഈ വഴിയാണ് ആധുനിക വഴി. ഇതാണ് പുരാതന പാത. മണികണ്ഠൻ സഞ്ചരിച്ചിരുന്ന വഴികൾ ആ വഴിയായിരിക്കണം. പക്ഷേ ഈ വഴി എന്ന് പറഞ്ഞാൽ വടശ്ശേരിക്കര വഴി പോകുന്ന വഴിയാണ്. പ്രസിഡന്റ് വി വി ഗിരി, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന വി വി ഗിരി വരുമ്പോൾ ആണ് ഈ പാത ചിട്ടപ്പെടുത്തിയതും മറ്റും. ഇതാണ് ആധുനിക പാത. ഈ പാതയിലൂടെയാണ് പരകോടി അയ്യപ്പന്മാർ പോകുന്നതെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പോകാൻ സഞ്ചരിക്കുന്ന അയ്യപ്പൻ്റെ ചരിത്രത്തിലേക്ക് ഒരു അന്വേഷണമായതുകൊണ്ട് മണികണ്ഠൻ നടന്ന പാതകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആ പാത ഇന്ന് ആധുനികവൽക്കരിച്ചെങ്കിലും ആ പാത ഇതാണ്. മണികണ്ഠൻ്റെ ചരിത്രത്തിലൂടെ അന്വേഷിച്ച് വന്നപ്പോൾ എത്തി നിൽക്കുന്നത് പുത്തൻ വീട്ടിലാണ്. പുത്തൻ വീട് യഥാർത്ഥത്തിൽ വളരെ പഴയൊരു വീടാണ്. ഏകദേശം 1000-ഓളം വർഷങ്ങൾ പഴക്കമുള്ള വീട്. ഈ 1000 വർഷം എന്ന കണക്കിൻ്റെ പ്രാധാന്യം നമ്മൾ നേരത്തെ കേട്ടുകയുണ്ടായി. പന്തളം കൊട്ടാരത്തിൽ നിന്ന് പന്തളം കുടുംബം ഇവിടെ എത്തിയത് ഏകദേശം ഒരു 1200-1000 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന കണക്ക് നമ്മൾ ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ചീരപ്പഞ്ചിറ കല്ലറയിൽ പോയപ്പോൾ അവർക്ക് ഏകദേശം 1000 വർഷത്തോളമാണ് പഴക്കം, 1000-1200. അതേപോലെ 1000-ഓളം വർഷം പഴക്കമുള്ള ഒരു വീടാണ്. ചരിത്രാന്വേഷണത്തിൻ്റെ പാതകളിൽ, സത്യാന്വേഷണത്തിൻ്റെ പാതയിൽ ഈ കാലക്രമം വളരെയധികം ബന്ധപ്പെടുന്നു എന്നൊരു ചരിത്ര സത്യം നമുക്ക് കാണാൻ കഴിയും. ഈ പുത്തൻ വീട്ടിലാണ് അയ്യപ്പൻ മഹിഷി വധത്തിന് പോയപ്പോൾ താമസിച്ചതെന്നാണ് ഇവിടത്തുകാരുടെ ഐതിഹ്യത്തിൽ നിന്ന് ചരിത്രത്തെ വേർതിരിച്ചെടുക്കുന്ന വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ചരിത്രപരമായി ഉദയനനെ തോൽപ്പിക്കാനും ഉദയനെ വധിച്ച
മണികണ്ഠൻ എങ്ങനെയാണ് മഹിഷി എന്ന സ്ത്രീ, മഹിഷി സ്ത്രീയാണെന്നാണ് ഐതിഹ്യം, മഹിഷി എന്ന സ്ത്രീയെ വധിച്ച അയ്യപ്പനുമായി ബന്ധപ്പെടുന്നത് ഇന്നും വ്യക്തമല്ല. ചരിത്രത്തിൻ്റെ പുരാണത്തിൻ്റെ സാഗരത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ അയ്യപ്പൻ മണികണ്ഠൻ, അല്ലെങ്കിൽ മണികണ്ഠൻ ഉദയനെ വധിക്കുന്നു, അയ്യപ്പൻ മഹിഷിയെ വധിക്കുന്നു, രണ്ടുപേരുടെയും പ്രധാന ഉദ്ദേശം, ഒബ്ജക്റ്റീവ് ഇതായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ ഇതിനകത്തേക്ക് പോവുകയാണെങ്കിൽ മണികണ്ഠൻ ഉപയോഗിച്ച വാളുകളും മറ്റും ലഭിക്കാൻ കഴിയും. പുത്തൻ വീട്ടിൽ രാത്രിയിലെത്തിയപ്പോൾ പുത്തൻ വീട്ടിലെ മുത്തശ്ശിയോട് അയ്യപ്പൻ ആഹാരം കഴിക്കാൻ ചോദിച്ചുവെന്നും ഇവിടെ കിടന്നുവെന്നും ഇതിനകത്ത് കിടക്കുന്ന വാൾ, ഈ വാളിനും പല പുരാവസ്തു ഗവേഷകരും സജസ്റ്റ് ചെയ്യുന്നത് പോലെ ഏകദേശം 1000-ഓളം വർഷമാണ് പഴക്കം, 900-1000 വർഷമാണ് പഴക്കം എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇതേ വാളിൻ്റെ മോഡലിലാണ് വാവരുസ്വാമിയുടെ വാള് ശബരിമല വാവരുസ്വാമി നടയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളായി അവശേഷിക്കുന്നു. പക്ഷേ ഇപ്പോഴും വ്യക്തമല്ലാത്തൊരു കാര്യം മഹിഷി എങ്ങനെയാണ് ഉദയനനുമായി ബന്ധപ്പെടുന്നത് എന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ചരിത്രാന്വേഷണ യാത്രയിൽ ആ സത്യവും വ്യക്തമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ചരിത്രത്തിന് വ്യക്തത കുറയുകയാണ്. രേഖപ്പെടുത്താതെ പോയ ചരിത്രത്തെ തൽക്കാലം പുരാണത്തിൻ്റെ കഥകളിലൂടെ നമുക്ക് ആശ്വാസം കണ്ടെത്താം. പുത്തൻ വീടിൻ്റെ പഴയ തലമുറയും പുതിയ തലമുറയുമെല്ലാം ഐതിഹ്യ കഥയിലെ മഹിഷി മർദ്ദനത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് മണികണ്ഠനും പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഇവിടെ വന്ന് അന്തി ഇറങ്ങിയെന്നാണ്. മഹിഷി നിഗ്രഹത്തിന് വന്ന അയ്യപ്പൻ സന്ധ്യാസമയത്ത് ഈ വീട്ടിൽ കയറി വന്നു. വെളിച്ചം കണ്ട് കയറി വന്നതാണ്. ആ സമയത്ത് ഒരു മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വിശപ്പിന് ആഹാരം ചോദിച്ചു. അവലെ മലരെ പഴം തുടങ്ങിയവ കഴിച്ചു. അത് കഴിഞ്ഞ് ഒന്ന് അന്തി ഉറങ്ങണമെന്ന് പറഞ്ഞു. ആദ്യം മുത്തശ്ശി അനുവദിച്ചില്ല, പിന്നെ അനുവാദം കൊടുത്തു. അങ്ങനെ ഇവിടെ അന്തി ഉറങ്ങിയെന്നാണ്. ഇവിടുന്ന് രാത്രി ആയപ്പോഴാണ് മഹിഷിയുടെ ശബ്ദം കേട്ട് വെളിയിൽ പോയി മഹിഷിയെ വധിച്ച് പിറ്റേ ദിവസം രാവിലെ ആ മുത്തശ്ശിയുടെ വാൾ കൊണ്ട കൊടുത്ത ആ വാളാണ് ഇവിടെ